മാൽദീവ്സിലെ SBI ബാങ്ക് ഈ അടുത്തിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന കറൻസി ഇഷ്യൂ മാൽദീവ്സിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് 6000-ഓളം വരുന്ന ടീച്ചേഴ്സ്, നഴ്സുമാരടക്കമുള്ള എല്ലാ ജോലിക്കാരെയും വളരെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം ഉണ്ടായിരുന്ന $700 നിന്ന് അത് ചുരുക്കി അവർ $500 $500 നിന്ന് അത് ചുരുക്കി $400 ഈ വരുന്ന മാസം 25-ാം തീയതി മുതൽ അത് $150 അവർ ചുരുക്കിയാണ്. ഏതാണ്ട് 12,000 രൂപ മാത്രമാണ് നമുക്ക് നാട്ടിലേക്ക് ഇപ്പോൾ അയക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഓരോ മനുഷ്യരും തൻ്റെ കുടുംബത്തെ പോറ്റണമെന്നുള്ള അത്യർഹമായ ആഗ്രഹത്തോടെ വരുന്നവരാണ്. എന്നാൽ അവർക്കത് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, അതുപോലെ തന്നെ മാൽദീവിയൻ ഗവൺമെന്റ് ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഹൈക്കമ്മീഷൻ അടക്കമുള്ള നമ്മുടെ പ്രൈം മിനിസ്റ്റർ അടക്കമുള്ള എല്ലാ നേതാക്കളും ഇതിൽ ഇടപെട്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഈ പറഞ്ഞ ഒരു പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യാൻ ആവശ്യമായ ഒരു സാഹചര്യം സംജാതമാക്കണമെന്ന് നമ്മളെല്ലാവരും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അടുത്തിടയ്ക്ക് പ്രത്യേകിച്ച് ഈ മാസം ഈ നാട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന ഏതാണ്ട് 100 കണക്കിന് വരുന്ന അധ്യാപകർ, അവര് 2-2.5 ലക്ഷം രൂപ ആ നാട്ടിലെ ഏജൻസിക്ക് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു ദുഃഖകരമായ വാർത്തയാണ്. അപ്പോൾ ഇത്തരം ഏജൻസികൾക്ക് കൊടുക്കുന്ന ആ തുക അവര് ഭാഗികമായ വിവരങ്ങൾ മാത്രം അറിയിച്ചുകൊണ്ട് ഇത്തരം ആളുകളെ, ടീച്ചേഴ്സ് അടക്കമുള്ള മറ്റു ജോലിക്കാരെ ഈ നാട്ടിലേക്ക് കയറ്റി വിടുന്നു എന്നുള്ള ഒരു നഗ്നമായ സത്യം ഇനിയെങ്കിലും പുറംലോകം അറിയണം എന്നുള്ളത് വളരെയധികം ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു വിവരമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഈ ചാനലിലൂടെ നമ്മൾ പുറത്തുവിടാൻ ആഗ്രഹിക്കുകയാണ്. ഇത് എല്ലാ ആളുകളും മനസ്സിലാക്കുകയും കേരളത്തിലെ ഓരോ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഇത് ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്.